ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് മോക്ക കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കേക്കാണിത്. കൂടുതൽ മിക്സിംഗ് ഇല്ല, വളരെ ഈസിയാണ്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് മൈദ, 250 ml കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. 3/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പാല്, 1/3 കപ്പ് കൊക്കോ പൗഡർ, 1/4 കപ്പ് എണ്ണ, 1 മുട്ട, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന മൈദ ഇടാം, കൊക്കോ പൗഡർ ഇടാം, പഞ്ചസാര ഇടാം, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയോടെ വിടാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് വരെ ഇത് മിക്സ് ചെയ്യേണ്ടതാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1/4 കപ്പ് എണ്ണ ഒഴിക്കാം. 1/2 കപ്പ് പാലൊഴിക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ചൂട് വെള്ളം ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം ചൂടോടെ തന്നെ ഇത് ബാറ്ററിനകത്ത് ഒഴിക്കുന്നതാണ് നല്ലത്. വീണ്ടും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. വീണ്ടും ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. കേക്ക് ടിൻ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ടതാണ്. ഇതിലേക്ക് ബാറ്റർ ഒഴിക്കാം. ഇനി ഇതൊരു 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഞാൻ ഈ കേക്ക് ചീനച്ചട്ടിക്കകത്താണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 5 മിനിറ്റ് മുമ്പേ ഞാൻ ചീനച്ചട്ടി പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു. ഓവൻ ഇല്ലാതെ തന്നെ ചീനച്ചട്ടിക്കകത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം 40 മിനിറ്റ് സമയമാണ് എനിക്ക് ബേക്ക് ചെയ്യാൻ എടുത്തത്. ആദ്യം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലുമാണ് വേവിച്ചത്. കേക്ക് വെന്തോ എന്ന് ചെക്ക് ചെയ്യാം. കേക്ക് വെന്ത് കഴിഞ്ഞു. ഇതിനി ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇത് കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാം. അല്പം ഐസിങ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. കേക്ക് 2 പീസായി മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ലെയറിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഐസിങ് ക്രീം ഞാൻ പുരട്ടിയായിരുന്നു. അത് വീഡിയോയ്ക്കകത്ത് വന്നില്ല. അടുത്ത ലെയർ വെക്കാം. അതിലേക്കും ഷുഗർ സിറപ്പ് ഒഴിക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത് 1/2 കപ്പ് വെള്ളത്തിൻ്റെ അകത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കലക്കിയാണ് ഉണ്ടാക്കിയത്. ഇത് കേക്ക് നമുക്ക് വെച്ചിരിക്കാൻ വേണ്ടിയാണെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിനകത്ത് ഷുഗർ ഇടുന്നതാണ് നല്ലത്. എന്നാൽ അത് ഉടനെ ഉപയോഗിക്കാനാണെങ്കിൽ പച്ചവെള്ളത്തിനകത്ത് കലക്കിയെടുത്താലും കുഴപ്പമില്ല. ഇതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയർ പുരട്ടാം. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്.
ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. കാണാൻ ഭംഗിക്ക് വേണ്ടി കുറച്ച് ചെറി വെക്കാം. കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ഇടാം. കുറച്ച് കളർഫുൾ ബീഡ്സ് ഇടാം. നമ്മുടെ കേക്ക് റെഡിയായി കഴിഞ്ഞു. വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കേക്കാണ്. തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.